തമ്പ ബാവുമയ്ക്ക് ഇപ്പോൾ പുതിയ ശത്രുക്കളെ ആവശ്യമാണ്. പുതിയ വിമർശകരെ വേണം. കാരണം പഴയവരെല്ലാം ഇപ്പോൾ ആരാധകരായി മാറിക്കഴിഞ്ഞു. ചെറുതാണ്, ബാറ്റ് കറക്കാൻ അറിയില്ല, പ്ലേയിങ് 11-ൽ സ്ഥാനമില്ല, സംവരണം കൊണ്ട് മാത്രം ടീമിലുള്ളതാണ്, പൊക്കം കുറവാണ്, അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ അവനെ പുച്ഛിക്കുകയും ചീത്ത വിളിക്കുകയും അപമാനിക്കുകയും ചെയ്തവരെല്ലാം തന്നെ ഇന്ന് തമ്പ ബാവുമയുടെ ആരാധകരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വാചകം ഓർമ്മ വരുന്നു. ജീവിതം ഒരു 2020 മത്സരമല്ല, ഒരു ടെസ്റ്റ് മത്സരമാണ്. അതേ, ജീവിതം ടെസ്റ്റ് മത്സരം പോലെയാണ്. അവിടെ നിങ്ങൾക്ക് തിരിച്ചുവരവിന് അവസരം ലഭിക്കും. ആ തിരിച്ചുവരവ് നിങ്ങളെ വിമർശിച്ചവരെ നിങ്ങളുടെ ആരാധകരാക്കി മാറ്റും. നിങ്ങളെ വിരൽ ചൂണ്ടി കളിയാക്കിയവർ നിങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ സംഭവിച്ചത് ഇത് തന്നെയാണ്. തമ്പ ബാവുമ എല്ലാ വിമർശകരുടെയും വായി അടപ്പിച്ച് തെളിയിച്ചുവത്. പൊക്കം കുറവാണെങ്കിൽ എന്ത്, പോരാട്ട വീരത്തിന് ഒരു കുറവുമില്ല, അവൻ 1-ാം നമ്പർ ക്യാപ്റ്റനാണ്. കാരണം ഹാൻസി ക്രോനിയേക്കും ജാക്ക് കാലിസിനും ഷോൺ പോളോക്കിനും എബി ഡിവിലിയേഴ്സിനും ഗ്രെയിം സ്മിത്തിനും ഗാരി ക്രിസ്റ്റിനും ഹാഷിം അംലയ്ക്കും ഫാഫ് ഡു പ്ലെസിസിനും ഉൾപ്പെടെ വലിയ ഇതിഹാസങ്ങൾക്ക് പോലും സാധിക്കാത്തത് ബാവുമ ചെയ്ത് കാണിച്ചു. സൗത്ത് ആഫ്രിക്കയെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടിച്ചു. ആദ്യമായി ഒരു ICC വേൾഡ് കപ്പ് ലെവലിൽ ട്രോഫി അവർക്ക് നേടിക്കൊടുത്തു. ഇതിനു മുൻപ് ആഫ്രിക്ക ഒരു ചാമ്പ്യൻസ് ട്രോഫി മാത്രമാണ് നേടിയിട്ടുള്ളത്. 27 വർഷത്തിന് ശേഷം ഒരു ICC ട്രോഫി. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന് ഇതൊരു സുവർണ നിമിഷം തന്നെയാണ്. എല്ലാവരും വികാരഭരിതരായിരുന്നു. ആ വൈകാരിക നിമിഷങ്ങളിൽ ബാവുമ ചരിത്രം കുറിച്ചു. 100 വർഷത്തെ ക്രിക്കറ്റ് ചരിത്രത്തിൽ 10 മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഒരു ലോകകപ്പ് ട്രോഫി ഉയർത്തുകയും ഒരു മത്സരം പോലും തോൽക്കാതിരിക്കുകയും ചെയ്ത ആദ്യ ക്യാപ്റ്റനാണ് അദ്ദേഹം. അതാണ് ബാവുമ. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരിപ്പോൾ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തി. 10 മത്സരങ്ങൾ മാത്രം കളിച്ച് ഈ വലിയ റെക്കോർഡ്. പരിക്കേറ്റിരുന്നു, ഒരു കാൽ മുടന്തുകയായിരുന്നു, പക്ഷെ അവൻ കളിച്ചു. ആ കളി കണ്ടപ്പോൾ ഒരു രസമായിരുന്നു. സിംഗിളുകൾ മാത്രം എടുക്കാതെ മുടന്തി 3 റൺസ് വരെ ഓടിയെത്തി. അതിന്റെ ഫലമായിരുന്നു ജൂൺ 14-ന് നടന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 3-ാം പതിപ്പിൽ ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയക്കും ശേഷം സൗത്ത് ആഫ്രിക്ക ചാമ്പ്യന്മാരായത്. പൊക്കം പ്രധാനമല്ല, മനോവീര്യമാണ് പ്രധാനം. നിങ്ങൾ ഏത് പോരാട്ട വീര്യത്തോടെയാണ് കളിക്കുന്നത്, അതാണ് പ്രധാനം. വർഷങ്ങളോളം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ ചോക്കേഴ്സ് എന്ന് വിളിച്ചു. പക്ഷേ ബാവുമയുടെ നേതൃത്വത്തിൽ ആ ചോക്കേഴ്സ് ടാഗ് നീക്കം ചെയ്യപ്പെട്ടു. ജോഷ് ഹാസൽവുഡ് ഒരു ഫൈനലും തോറ്റിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ തോറ്റു. ചോക്കേഴ്സ് എന്ന വേൾഡ് ചാമ്പ്യന്മാരായി. തമ്പ ബാവുമയുടെ അസാധാരണമായ നേതൃത്വത്തിൽ, ഞാൻ പറഞ്ഞതുപോലെ 100 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 10-ൽ 9 മത്സരങ്ങൾ ജയിക്കുകയും ഒരു മത്സരം പോലും തോൽക്കാതിരിക്കുകയും ചെയ്ത ഒരു ക്യാപ്റ്റനും ഉണ്ടായിരുന്നില്ല. ഇത് ആ വ്യക്തിയുടെ കഴിവും ധൈര്യവും മാത്രമാണ്. അസാധാരണമായ ഹാംസ്ട്രിക് പരിക്ക് ഉണ്ടായിട്ടും 2-ാം ഇന്നിംഗ്സിൽ 66 റൺസും ആദ്യ ഇന്നിംഗ്സിൽ 34-36 റൺസും സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നേടി. ഇത് വളരെ ഗംഭീരമായ ഒരു നിമിഷം തന്നെയായിരുന്നു. അതിനുശേഷം തന്റെ കുട്ടിയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ആവേശകരമായ ആഘോഷം. ICC ധാരാളം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്നിൽ ബാവുമ ആ ഗദ തോക്കുപോലെ പിടിച്ചിരുന്നു. ധോണിയും ഒരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഗംഭീരമായിരുന്നു. തന്റെ മകനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അതിമനോഹരം തന്നെയാണ്. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും അത് മാർക്രമിന്റെ പ്രകടനത്തെയും പ്രശംസിക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ ഈ വീഡിയോ ബാവുമയ്ക്ക് വേണ്ടിയുള്ളതാണ്. കാരണം അദ്ദേഹത്തെ കോട്ട ചോട്ട കാൽവ എന്നൊക്കെ വിളിച്ച് നിരന്തരം പരിഹസിച്ചിരുന്നു. എന്നിട്ടും സ്റ്റേഡിയം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്നു. ലോകം മുഴുവൻ കൈയടിക്കുന്നു. എല്ലാവരും നിങ്ങൾക്ക് എതിരായിരിക്കുമ്പോൾ പോലും കഠിനാധ്വാനം തുടരുക. അത്രയും നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. വിജയം ശബ്ദമുണ്ടാക്കട്ടെ. തമ്പ ബാവുമയുടെ കഥ ഇതാണ് പറയുന്നത്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ചു. സൗത്ത് ആഫ്രിക്ക ഒരു വലിയ ടൂർണമെന്റും ഇതുവരെ നേടിയിട്ടില്ലായിരുന്നു. ബാവുമ വന്നു, എല്ലാം മാറി മറിഞ്ഞു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ അദ്ദേഹം തന്റെ പേര് എന്നേക്കുമായി അമരനാക്കി. സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാർക്ക് അദ്ദേഹത്തിന്റെ ഈ വിജയം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. തമ്പ പ്രതീക്ഷ എന്ന അർത്ഥം വരുന്ന പേരാണ്. മുത്തശ്ശിയാണ് ആ പേര് നൽകിയതെന്ന് തമ്പ പറഞ്ഞിരുന്നു. തന്റെ രാജ്യത്തിന്, സമൂഹത്തിന്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയാണിത്. ആ പ്രതീക്ഷയാണ് അദ്ദേഹം സഫലമാക്കിയിരിക്കുന്നത്. ഈ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ നായകന്റെ ഇന്നിംഗ്സ് 282 റൺസ് എന്നത് അസാധ്യമായിരുന്നു. ഓസ്ട്രേലിയ അത് നേടുമെന്ന് തോന്നിയിരുന്നു.
ഹസൽവുഡ്, സ്റ്റാർക്ക്, കമ്മിൻസ് ഈ 3 ശക്തരായ ബൗളർമാർ 2 ദിവസത്തിനുള്ളിൽ 28 വിക്കറ്റുകൾ വീണ പിച്ചിൽ 282 റൺസ് നേടുക എന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഈ പിച്ചിൽ 150 റൺസ് പോലും ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത്രയും റൺസ് നേടുകയും ചോക്കേഴ്സ് എന്ന പേരും സമ്മർദ്ദവും, ആ കഥയെല്ലാം അവസാനിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ സമയമായി. സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. 27 വർഷത്തിന് ശേഷം ട്രോഫി ഉയർത്തി. 15 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ ഫൈനലിൽ തോറ്റു. ഹസൽവുഡ് ആദ്യമായി തോറ്റു, മറിച്ച് സ്റ്റാർക്ക് ആദ്യമായി തോറ്റു. ബൗമയുടെ കരിയറിൽ എല്ലാം സംഭവിച്ചു. തമ്പ ബൗമയ്ക്ക് അഭിനന്ദനങ്ങൾ. എന്തൊരു മനുഷ്യൻ, അതും എന്തൊരു വ്യക്തിത്വം കൊണ്ട്. നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട്. മാർക്രമിന്റെ ഒരു ട്വീറ്റ് വൈറലായിരുന്നു. അതിൽ അദ്ദേഹം 2003 ഓസ്ട്രേലിയ ജയിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കമോൺ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ജയിക്കരുത്. ഓസീസ് അല്ലാത്ത ആരും. ആ മനോഭാവം അതിൽ കാണാൻ വീണ്ടും. സൗത്ത് ആഫ്രിക്കയ്ക്ക് അഭിനന്ദനങ്ങൾ.